അല്ല ചങ്ങായിമാറെ, ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് ആളി നിങ്ങൾക്കറിയല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു പോന്ന് ചിന്തിച്ചു പോന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും ചില കാര്യങ്ങളിൽ ഇങ്ങനെയല്ലേ ചെയ്യാറ്. ഇപ്പോൾ ഈ രണ്ട് വ്യക്തികളായിരുന്നു വെച്ചാൽ, ഒന്ന് ജനൻ ടി വിയിലെ അവതാരകനായ ശ്യാം, എത്ര നല്ല വ്യക്തിയാണെന്ന് നമ്മൾ ഈ ഒരു വോയിസ് കൂടി നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തേതെന്ന് വെച്ചാൽ അൻസാരി ഒരു ഉസ്താദ്, മൂപ്പരെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. കാരണം വെച്ചാൽ മാഷാ അല്ലാഹ് മൂപ്പരെ അറിയാത്തവരാരുമില്ല. അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും മറ്റുള്ള എല്ലാ ഇതിലും ചാരിറ്റി എന്ന് വെച്ചാൽ മൂപ്പര് കിട്ടുന്ന കാശ് മൂപ്പര് അങ്ങോട്ട് കൊടുക്കുന്നത്, അത് വേറെ വിഷയം. എല്ലാ കാര്യത്തിലും മൂപ്പര് മുന്നിട്ട് ഇറങ്ങും. കാരണം വെച്ചാൽ മൂപ്പരെ എതിർക്കുന്നവർ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്നതിന് അതിലും കാട്ടും കൂടുതൽ ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, അതിൽ എല്ലാ മതസ്ഥരുമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിൽ, കുറ്റപ്പെടുത്തുന്നതിലും. മൂപ്പരൊരു മുസ്ലിം ആണെങ്കിലും മുസ്ലിങ്ങളും മൂപ്പരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചില കമൻറ്റുകളിൽ കാണും, നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം മൂപ്പരെല്ലാ ഇതിലേക്കും ഏതൊരു കാര്യം വന്നാലും അതിലേക്ക് ഇടപെടും. അങ്ങനെ ഇപ്പോൾ ഇടപെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ജനൻ ടി വിൻ്റെ ചില പരിപാടികളിൽ പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഇടപെട്ടതിന് ശേഷം അവതാരകനായ ശ്യാം ഉസ്താദിനെ വിളിച്ചിട്ട് എന്ത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടോ, ബാക്കി ഞാൻ പറഞ്ഞുതരാം പിന്നെ. ഓക്കെ. ഹലോ ഹലോ, നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ജനൻ ടി വിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, വിചാരിക്കുന്നുണ്ടോ? അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. എന്താ ചെയ്യും? അല്ല, ആ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. സോറി, ഒരു കുഴപ്പമില്ല. അയ്യോ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തില്ല. എന്നാലേ അനിൽ നമ്പ്യാർ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും ഞാൻ അത്ഭുതം വന്നു. ഇവരൊന്നുമല്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിന് അപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അൻസാരിയുടെ വർത്താനം 4 മിനിറ്റ് സംസാരിച്ച് ഞാൻ അന്തം വിട്ടു. കാരണം ഇവരൊക്കെ മുസ്ലിങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറില്ലേ, മറ്റേ കൊല്ലത്ത, അതെ 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 അതെ, കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനാണ്. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെയൊക്കെ വീട് എനിക്ക് കാണിച്ചപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യൻ. ഇവരെല്ലാം രഹസ്യമായിട്ട് വിളിക്കുന്ന വീട്ടുകാരും സാറ് ഒരുപാട് പേര് നമ്മൾ ബേസിൽ ബന്ധമുണ്ട്. കാരണം എല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാർ എന്നെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100%. ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും. ഒരു പള്ളി കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്ന കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കും, കാണുമല്ലോ. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്, ഇല്ലേ? സത്യം 100%. അതുകൊണ്ട് ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. അത് ഞാൻ കെട്ടിപ്പിടിക്കണ്ട. ഞാൻ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിനെ അയക്കാതെ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. കേട്ടില്ലേ? എത്ര നല്ല മനുഷ്യന്മാരാണ് ഈ ശ്യാം, അതേപോലെ തന്നെ ജനൻ ടി വിയിലിരിക്കുന്ന അനിൽ നമ്പ്യാർ. ഇവരുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിലൊരു മനസ്സത്വമുണ്ട് എന്ന് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ് അനിൽ നമ്പ്യാർ ഇങ്ങനെ സംസാരിച്ചെന്ന്, അത് പോട്ടെ. ഇപ്പം ഇത് ശ്യാം ഡയറക്റ്റ് ഉസ്താദിനെ വിളിച്ച് സംസാരിച്ച ആ വോയിസാണ് നമ്മൾ കേട്ടത്. ഈ വോയിസിൽ എന്ത് മനസ്സിലാക്കാന്നറിയോ? ഈ ശ്യാം എന്ന വ്യക്തി
ആ മനസ്സ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി. എന്നുവെച്ചാൽ ഒരു സ്നേഹത്തിൻ്റെ ഒരിത് അവൻ്റെ ഒന്നും അകത്തുണ്ടല്ലോ. ഈ ഷാം എന്ന് പറയുന്നതിൻ്റെ ഈ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു വർഗീയതയില്ല. ഈ വർഗീയത എവിടെ നിന്ന് വരുന്നതെന്നറിയോ? ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുതലെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വർഗീയത കുത്തിത്തിരിക്കുന്നുള്ളത്. അതേപോലെ തന്നെ ചില മതത്തിലുള്ള തീവ്ര ചിന്താഗതികൾ എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയാലേ നമുക്ക് വിജയിക്കാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ചിന്താഗതി കൊണ്ടുവരുന്നവരാണ് ഇങ്ങനെയുള്ളവർ. പക്ഷെ ഈ ഷാമിൻ്റെ വാക്കുകൾ നിങ്ങളെങ്ങനെ ഈ ഷാമിൻ്റെ വാക്ക് എന്ന് കേട്ടിട്ട് നമുക്ക് മനസ്സിലായില്ലേ എത്രത്തോളം മനസ്സിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ ഉറവിടമുണ്ട് എന്ന് ആ വോയിസ് കൂടി നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതേപോലെ തന്നെ ഉസ്താദ് പറയുന്നു, അനിൽ നമ്പ്യാർ വിളിച്ചിട്ട് 4 മിനിറ്റ് നേരം സംസാരിച്ച്. അങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ലൊരു മനുഷ്യനായത് കൊണ്ടല്ലേ ഈ അനിൽ നമ്പ്യാറും വിളിച്ച് സംസാരിക്കുന്നത്. ഇപ്പം ഏതൊരു ന്യൂസിലും നമ്മൾ ഇനേ ന്യൂസ് വായിക്കുന്നുണ്ട്. ചില ന്യൂസുകളിൽ തെറ്റുണ്ടാകുന്നു, ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, എന്നിട്ട് അവരെ തിരുത്താൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, തിരുത്താൻ വേണ്ടിയിട്ട് വരുന്നുണ്ട. ഇത് എത്രത്തോളം സന്തോഷകരമായ വാക്കുകളെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ഉസ്താദിനെ വിളിച്ച് അന്നൊരു ജനൻ ടി വിനെ ഒരുപാട് മുസ്ലിങ്ങൾ പുച്ഛിക്കുന്നത്, ആ ടി വിനെ എതിർക്കുന്നത് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കുമ്പോൾ ജനൻ ടി വി എന്ന് പറയുമ്പോൾ തട്ടി മാറ്റി പോക്കുന്നത്, ചിലവർ ബ്ലോക്ക് ചെയ്ത ആൾക്കാരുണ്ട്. കാരണം ഇത് കേൾക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം മുസ്ലിമിനെ എത്ര ഇതാക്കാൻ നോക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നുണ്ടത്. എവിടെ ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ അതിനെ എടുത്ത് പൊക്കി കാട്ടിക്കുന്ന ഒരു ചാനലായിട്ടാണ് മാറിയിട്ടുള്ളത്. പക്ഷെ അതിൽ ജോലി ചെയ്യുന്ന തന്നെ ഈ അനിൽ നമ്പ്യാറും ഈ ഷാമും ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ എവിടത്തേക്ക് എത്തി? അപ്പോൾ ഇവരുടെ മനസ്സിൽ വല്ല വർഗീയത ഉണ്ടാവും? ഇല്ല അല്ലേ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ചില രാഷ്ട്രീയ ചിലപ്പോൾ ഇവരെ നിലനിൽപ്പിനും വേണ്ടിയിട്ടായിരിക്കും, ഇവർക്ക് ഇത് കിട്ടാനും വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് അവിടെ വന്നിട്ട്. ഇതിലെന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചെങ്കിലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുമെന്നൊരു ചിന്താഗതി ഇവരുടെ തലയിൽ, മറ്റുള്ളവരുടെ തലയിൽ ഈ കുത്തിക്കയറ്റുന്നത് കൊണ്ടാണ്. അത് ഏതൊരു മതസ്ഥിലുള്ളവരായിരിക്കോട്ടെ, അതുകൊണ്ടാണ് ഇങ്ങനെല്ലാം സംഭവിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ കേട്ടില്ലേ ഈ വോയിസ്? നിങ്ങൾ കേട്ടില്ലേ? അതിൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ചില രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, പ്രകടനം വിളിക്കാനും തല്ലുകൊള്ളാനും എല്ലാത്തിനും അണികൾ മുന്നിട്ടിട്ട് ഇറങ്ങും. ആ പ്രകടനം നടത്തിയതും അവിടെ അണികൾ തല്ലുകൊണ്ടതും ഇപ്പുറത്തെ അതേ രാഷ്ട്രീയ നേതാക്കന്മാർ, അപ്പുറവും ഇപ്പുറമുള്ള ശത്രുതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ ഒരു ടേബിളിൽ നിന്നിട്ട് അവർ വെട്ടി വീങ്ങുന്നുണ്ടാവും, ഇവിടെ അടി കൊള്ളുന്നുണ്ടാവും. അടി കൊണ്ടുവന്നുകൊണ്ട് എന്തായി? ഇവിടെ രാഷ്ട്രീയത്തിൽ സ്ഥാനക്കയറ്റം കിട്ടിയിട്ട് നേതാക്കന്മാർ വലുതായി. ഇതെല്ലാം വെറുതെയാണ്. ഈ ഒരു വോയിസിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എൻ്റെ സുഹൃത്തുക്കളെ? ഇവർ നമ്മളെ കേരളത്തിലെ, സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിലില്ല ഏതൊരു ഹിന്ദുവിൻ്റെ മനസ്സിലും ഏത് ഒരു മുസ്ലിമാൻ്റെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പകയില്ലാട്ട. അതല്ല ഈ വോയിസിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരാളും ഒരു മുസ്ലിമിനെയും വെറുക്കുന്നില്ല, ഒരു ഹിന്ദുവിനെയും വെറുക്കുന്നില്ല. ഇതെല്ലാം വെറുപ്പിക്കുന്ന ഒന്നിക്കിലും ഇതിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കുത്തിക്കയറ്റുന്ന, ഇത് കൊടുത്ത് കുത്തിക്കയറ്റുന്നത് കൊണ്ടാണ്, തിരികയറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടാ. നമ്മുടെ കേരളത്തിൽ എല്ലാവരും, ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാനും ക്രിസ്ത്യാനും, എല്ലാവരും തമ്മിൽ യോജിച്ച് ഇങ്ങനെ പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വേണ്ടത്. നമുക്ക് എന്നും നമ്മുടെ കേരളം ഒരു പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ടേക്ക് പോവാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും കേട്ടാ. നമ്മൾ കാണുന്ന ചാനലുകളൊന്നും അല്ല ഇത്. ഇന്ന് മനസ്സിലായില്ല ഇപ്പം എനിക്ക്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ